കേരളത്തിലെ കുംഭമേള എന്നറിയപ്പെടുന്ന മാഘമഹാ ഉത്സവത്തിൽ കാണാനായിട്ട് ഞങ്ങൾ വന്നതാണ്. തിരുനാവായിൽ കാണാൻ വന്നതാണ്. ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിയതാണ്. അന്ന് വന്നപ്പോൾ ഉച്ചയായി. അന്നേരം അമ്പലത്തിലോട്ടം കയറി തൊഴാനൊന്നും ഒത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ ഇവിടെ വന്ന് ബലിയിടാനും ഇവിടെ കണക്കാക്കി രാവിലെ വന്നിട്ട് രാവിലത്തെ കാഴ്ചകളാണ് നമ്മളീ കാണുന്നത്. ബലിയിടുന്നതൊന്നും നമുക്ക് അങ്ങനെയൊന്നും ഇതിനകത്ത് എടുക്കാനൊക്കത്തില്ല. അതുകൊണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇന്നലെ ഞങ്ങൾ വന്ന് ഇവിടുത്തെ നിളാരതിയും അവിടുത്തെ സ്നാനവും ഒക്കെ നടത്തി. അതിൻ്റെ വീഡിയോസ് ഞാൻ എന്നോട് ഉൾപ്പെടുത്താം. നമുക്കിനി ഇവിടെ വന്നുണ്ട്. ഇവിടെ ഒരു ആൽത്തറയും അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. എല്ലാം കണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നിങ്ങളായിട്ടും ഷെയർ ചെയ്യാം. ഇവിടുത്തെ കാഴ്ചകൾ. ബലിയിടാനൊക്കെ തന്നെയാണെങ്കിൽ നല്ല തിരക്കാണ്. ഇവിടാണ് ബലിക്കടവ്. ഇവിടെ നല്ല തിരക്കാണ് രാവിലെ തന്നെ. ഇനി ഇവിടെ നമ്മൾ നേരെ അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ അങ്ങേ സൈഡിൽ നമുക്ക് നിളാരതി നടക്കുന്ന സ്ഥലമൊക്കെ കാണാൻ കഴിയും. അത് ഇതാണ് നമ്മൾ നിളാരതി നടക്കുന്ന സ്ഥലം. അവിടെ ഒരു യജ്ഞവും യാഗവും ഒക്കെ നടത്താൻ വേണ്ടി വലിയ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒരു താൽക്കാലിക പാലം അങ്ങോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് വളരെ കുറച്ച് ആൾക്കാരെ മാത്രം അവർ കയറ്റി വിടത്തുള്ളൂ. എല്ലാവരും കയറ്റി വിടത്തില്ല. പാലത്തിൻ്റെ ബലമുള്ള പാലമാണെങ്കിൽ പോലും കൂടുതൽ ആൾക്കാർ കയറിയ പ്രശ്നമാകുമല്ലോ എന്ന് വെച്ചിട്ട് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പാലത്തേക്കൂടെ അങ്ങോട്ട് വിടുന്നുള്ളൂ. ഞാൻ നിളാരതിയുടെയൊക്കെ വീഡിയോസ് എടുത്ത് ഒന്ന് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വെച്ചെങ്കിലും അതിന് കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുന്നെങ്കിൽ ഞാനതിനെ ഷോർട്ട് വീഡിയോസായിട്ട് 2-3 എണ്ണമായിട്ട് ആ ചടങ്ങുകൾ കുറേശ്ശെ ഷോർട്ട് വീഡിയോസായിട്ട് ഞങ്ങൾ ഷെയർ ചെയ്യാം. തിരക്ക് തീരെ കുറവായിരിക്കും എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വന്നത്. ഇപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ തിരക്ക് കുറവായിരിക്കും എന്ന് വെച്ചാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴും പറഞ്ഞ് തിരക്ക് കുറവാണെന്ന്. പക്ഷേ ഞങ്ങളിവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ഇവിടെ. ഭാരതപ്പുഴയിൽ ഇവിടെ ഈ ഭാഗത്ത് വെള്ളമുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ടോട്ട് നീങ്ങി കഴിഞ്ഞാൽ എല്ലാം ഉണങ്ങിക്കിടക്കുകയാണ്. ഇവിടെ ഈ പന്തലുണ്ട്. ഈ പന്തലിനകത്തിരുന്നാൽ നമുക്ക് ഇവിടുത്തെ യാഗത്തിനൊക്കെ സ്ക്രീൻ വെച്ച് ഇതിൻ്റെ യാഗത്തിൻ്റെയും നിളാരതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ കാണാം. അവിടെ പോയി കാണാൻ പറ്റിയ സ്ഥലങ്ങൾ തിരുനാവായി വന്നാൽ കാണാൻ പറ്റിയ സ്ഥലങ്ങളുടെ വീഡിയോസ് ലിസ്റ്റാണിത്. അതുപോലെ അയ്യപ്പൻ്റെ അമ്പലമുണ്ട്. അതാണ് ഇവിടെ കണ്ടേക്കുന്നത്. പിന്നെ ഒരു എടുത്തു പറയത്തക്ക ഒരു കാര്യം, സേവാഭാരത്തിലെ മെഡിക്കൽ ക്യാമ്പും ആംബുലൻസും കുടിവെള്ള വിതരണവും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു. അതൊരു വലിയ ഉപകാരമായിരുന്നു. അതിൽ ഫുഡാണെങ്കിൽ അമ്പലത്തിൽ തന്നെ 3 തരം ഫുഡുണ്ട്. അതുകൂടാതെ വെളിയിൽ പഴയടം നമ്പൂതിരിയുടെയും ശ്രീ അവിടെ ഫുഡുണ്ട്. ശ്രീ രവിശങ്കരൻ്റെ ഉണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ കണ്ടില്ല. അതുണ്ടെന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ 3 തരം ഫുഡ് കിട്ടും. അതിനൊരു ബുദ്ധിമുട്ടുമില്ല. താമസ സൗകര്യം മാത്രം വളരെ കുറവാണ് ഇവിടെ വരുന്നവർക്ക്. ഞാൻ ഇടുന്നത് ഇന്നലത്തെ നിളാരതിക്ക് പോയതിൻ്റെ വീഡിയോസാണ്. ഇവിടുന്ന് താൽക്കാലിക പാലം, അതേക്കൂടെ കുറച്ച് ആൾക്കാരെ അപ്പുറത്തേക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ആൾക്കാരെ പോകുന്നുള്ളൂ. പക്ഷെ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. കാരണം ഇത്രയും ആൾക്കാരെ തിരിച്ച് ഇപ്പുറത്ത് വിടുക എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റിസ്ക്കുള്ള പരിപാടി തന്നെയാണ്. കുറേശ്ശെ ആൾക്കാരെ പോലീസും വോളണ്ടിയേഴ്സും ഒക്കെ കൺട്രോൾ ചെയ്താണ് അവർ ഇപ്പുറത്തോട്ട് വിട്ടുകൊണ്ടിരുന്നത്. ഞങ്ങളതിൻ്റെ നടക്കുന്ന സ്ഥലത്തേക്ക് അടുത്തോണ്ടിരിക്കുകയാണ്. ഞാൻ വിവരം പറയുന്നത് ഇന്നലത്തെ വീഡിയോസിൻ്റെ വിവരം പറയുകയാണ്. മിക്കവാറും അല്ല അങ്ങനെ വരുന്നത്, അല്ലാതെ അയക്കുന്ന നടക്കത്തില്ല. യൂട്യൂബിലോട്ട് ലിങ്ക് ഇട്ടുതരാം, അങ്ങനെ അയച്ചു കൊടുത്താൽ മതി. ഞാൻ മിക്കവാറും ഇതെല്ലാം അങ്ങനെ ഇടുന്നത്. ഇതിന് അവിടെ പോയി ഇന്ന് രാത്രി തന്നെ എഡിറ്റ് ചെയ്ത് കയറ്റി വിടും. ഇതിൻ്റെ സ്പേസ് കാണത്തില്ല. ഇതൊക്കെ വന്ന് ഒരു തവണയെങ്കിലും ഇതൊക്കെ ഒന്ന് കാണണം. ദൂരേനക്കാർക്ക് വന്നവർക്ക് രാവിലെ രാത്രി ട്രെയിനിനകത്ത് കയറിയാൽ നേരം വെളുക്കുമ്പോഴത്തേക്കും എത്തും. ഇവിടെ രാവിലെ പോലെ വഴിയുള്ള പരിപാടി എല്ലാം കൊണ്ട് വൈകിട്ട് ആരതിയും കഴിഞ്ഞ് അടുത്ത വീട്ടിൽ ട്രെയിനിനകത്ത് തിരിച്ചു പോവുകയും ചെയ്യാം. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ഓട്ടോറിക്ഷയും ബസ്സും ഉണ്ട് ഇങ്ങോട്ടത്തേക്കാണെന്ന് പറയപ്പെടുന്നത്. തിരൂരും കുറ്റിപ്പുറമാണ് അടുത്ത റെയിൽവേ സ്റ്റേഷനുകൾ.
ഇനിയിപ്പോൾ ആണെങ്കിൽ താമസിക്കാൻ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലും പല വീടുകളും പലരും റെൻറ്റിന് റൂമുകളൊക്കെ റെൻറ്റിന് കൊടുക്കുന്നുണ്ട്. പരിചയക്കാരുണ്ടെങ്കിൽ നല്ലത്, അല്ലെങ്കിൽ റെൻറ്റിന് റൂമുകൾ കിട്ടും. റെൻ്റൊക്കെ ഇച്ചിരി കൂടുതലാണെങ്കിലും നമുക്കൊരു രാത്രിയൊക്കെ സ്റ്റേ ചെയ്യാൻ പറ്റും. അതുകൊണ്ടൊക്കെ ഇവിടാണ് സ്നാനഘട്ടം. ഇവിടെ കയറി കുളിക്കാൻ ഇറങ്ങാൻ പറ്റിയ സ്ഥലമായിരിക്കും. തിരക്കൊട്ടുമില്ല തന്നെ. അവിടെ ഇപ്പം തിരുനാവായ കുറ്റിപ്പുറം റോഡിൽ ഇപ്പോഴേ ശരിക്കും വാഹനങ്ങൾക്ക് നല്ല നിയന്ത്രണമുണ്ട്. അതുപോലെ സ്വകാര്യ സ്ഥലങ്ങൾ പലരും പ്രയോജനപ്പെടുത്തിയിട്ട് പേ ആൻഡ് വർക്കാർക്ക് ഇടപാട് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസത്തിന് വിശേഷം അനുസരിച്ച് അവിടെ പൂജകളും കാര്യങ്ങളും നടത്തുന്നുണ്ട്. ഇപ്പം വസന്തപഞ്ചമി ദിനം വെള്ളിയാഴ്ച ഇങ്ങനെ അങ്ങനെ ഓരോ ദിവസത്തെ, അതോ മിക്കവാറും ഈ ന്യൂസ് ചാനലുകളിലൊക്കെ കാണും ഓരോ ദിവസത്തെ വിശേഷം എന്തൊക്കെയാണെന്നുള്ളത്. ഞങ്ങൾ വന്നത് ഇന്നലെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ രഥം വരുന്ന ദിവസമായിരുന്നു. അതിനകത്തിൽ എന്താണ് മഹാമേരു രഥത്തിൽ കൊണ്ടുവരും. അതായത് നമ്മുടെ പേരെന്താണ്, ശ്രീചക്രം. അതിവിടെ പന്തലിനകത്ത് യജ്ഞം നടക്കുന്ന പന്തലിനകത്ത് കൊണ്ട് പ്രതിഷ്ഠിക്കുക. അതൊക്കെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. ഞാൻ വീഡിയോ ഒന്നും എൻ്റെ കിട്ടിയില്ല, കാരണം തിരക്കാരന് വീഡിയോ എല്ലാം കാരണം കൊണ്ടുവരുന്നതൊക്കെ കണ്ടെന്നുള്ളതേ ഉള്ളൂ. അത് ഈ നദിയിൽ കൂടാണ് ഇപ്പുറത്ത് കൊണ്ടുവന്ന് അത് പ്രതിഷ്ഠിക്കുക. വള്ളത്തേൽ ഇതുപോലെ വള്ളത്തെ കൊണ്ടുവന്നാണ് ഇവിടെ കൊണ്ടുവന്നത്. ഞങ്ങളവിടെ ചെല്ലുന്ന സമയത്ത് തിരക്ക് തീരെ കുറവായിരുന്നു, ആൾ ഒട്ടുമില്ലാന്ന് തന്നെ പറയാം. സ്ത്രീകൾക്കൊക്കെ ഒന്ന് കുളിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെയുള്ള സ്ഥലം അക്കരയും ഇക്കരയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെളിയിടുന്നവർക്ക് ഡ്രസ്സ് ചെയ്യാൻ പ്രത്യേകം, ഇതിന് വരുന്നവർക്ക് ഇവിടുത്തെ സ്നാനം കഴിയുന്നവർക്ക് ഡ്രസ്സ് ചെയ്യാനുള്ള പ്രത്യേക സ്ഥലങ്ങൾ സ്ത്രീകൾക്കായിട്ട് എല്ലാം ഒരുക്കിയിട്ടുണ്ട് അവിടെ. ഇപ്പോൾ ഈ താൽക്കാലിക പാലം ഉള്ളതുകൊണ്ട് വരാൻ പറ്റും. അത് എല്ലായ്പ്പോഴും താൽക്കാലിക പാലം ഇല്ലല്ലോ. തവഞ്ഞൂർ ജംഗ്ഷൻ ഇല്ലേ, അവിടെ ഇറങ്ങിയിട്ട് അപ്പുറത്തെ സൈഡിൽ വന്നാൽ ആ 2 ക്ഷേത്രങ്ങളിലും വരാൻ പറ്റും. എൻ്റെ അസ്തമയത്തിൻ്റെ ഒക്കെ ചെറിയ ഫോട്ടോ ഒക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് സന്ധ്യ അങ്ങോട്ട് കഴിഞ്ഞാൽ നിളാരതിയുടെ തുടക്ക സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ ജനങ്ങൾ നല്ലപോലെ കൂടി വരുന്നുണ്ട്. ഇവിടെ 2028 മഹാകുംഭമേള നടക്കുമെന്നാണ് അറിവ്. അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഈ കുംഭമേള ഇവിടെ നടക്കുന്നത്. കുംഭമേള എന്ന് പറയുന്നത് മഹാമഹോത്സവമാണ് ഈ കുംഭമേള എന്നുള്ള പേരിൽ പറയുന്നത്. തിരക്ക് കൂടി വരുന്ന നമുക്കിവിടെ കാണാനൊക്കും. നിലപാട് തറയും മാമാങ്കം നടന്ന നിലപാട് തറ, അതിലും മണിക്കിണർ, ഇതൊക്കെ അടുത്ത് തന്നെയാണ്. അതിൻ്റെ ഒരു വീഡിയോ, ചെറിയൊരു വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അതുകൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. പിന്നെ ഇവിടുത്തെ അമ്പലത്തിൻ്റെ വീഡിയോയും ബാക്കി ചുറ്റുവട്ടത്ത് ഞങ്ങൾക്ക് 2-3 അമ്പലങ്ങളിൽ പോയി കാണാൻ സാധിച്ചു. അതിൻ്റെ വീഡിയോസ് അതും ഞാൻ നിങ്ങളുമായിട്ട് അടുത്ത വീഡിയോ ഷെയർ ചെയ്യാം.
ഇവിടെ ശരിക്കും നമ്മൾ സ്വന്തം വണ്ടിയിലൊക്കെ അങ്ങനെ വരുന്നില്ല അറേഞ്ച് ചെയ്ത് വരുന്നവർക്കാണെങ്കിൽ ഇവിടെ വന്ന് ഈ കുറേ അമ്പലങ്ങൾ കാണാനുണ്ട്. അമ്പലങ്ങൾക്കൊക്കെ പ്രത്യേകത ഉണ്ട്. അടുത്ത വീഡിയോയിൽ എന്താണെന്ന് പറയാം ഇവിടുത്തെ അമ്പലങ്ങൾക്ക് പ്രത്യേകത. ഞങ്ങൾ ഈ നിളാരതി കാണാൻ വന്നപ്പോൾ ആൾ തീരെ കുറവായുണ്ട്. ഇത്രയും അടുത്ത് നിന്നാൽ കാണാൻ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നിടത്ത് നിന്ന് നല്ലപോലെ കാണാനൊക്കെ സ്ഥലമായിരുന്നു. പക്ഷേ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലാക്കി തിരക്ക് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് അത്രയും കാണാനൊക്കത്തില്ലെന്ന്. അതുപോലെ ഇതിൻ്റെ മറ സൈഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കാറിൻ്റെ അക്കരെ സൈഡ് അമ്പലം നിൽക്കുന്ന സൈഡ് അവിടെ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ ഇത്രമാത്രം ആൾക്കാരായിരിക്കുന്നതെന്ന്. ഈ വള്ളത്തെ വരുന്നതിൻ്റെ നിളാരതയ്ക്കുള്ള ആ ദീപം കൊണ്ട് വരുന്ന വരവാണ്. പക്ഷേ ഇത് എൻ്റെ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം നല്ല ലൈറ്റ് വന്നുകൊണ്ട് അതിൻ്റെ വീഡിയോയും ഫോട്ടോ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഇതാണ് പിന്നെ ഇടക്ക് മാത്രമല്ല അതിനകത്താണ് ഈ മഹാമേരു വിഗ്രഹം. മഹാമേരു പ്രതിമ ഇതില്ലയോ വിഗ്രഹം ഇല്ലയോ ഇവിടെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവെക്കുന്ന പന്തലിൽ കൊണ്ടുവെക്കുന്ന മഹാമേരു വിഗ്രഹം വരുന്നതാണ് ആ വള്ളത്തിൽ. ആ മഹാമേരുവിൻ്റെ വിഗ്രഹവും ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഷെയർ ചെയ്യാം. ശരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു ഉത്സവം വരുമ്പം പോയെന്ന് കാണാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. എന്നും കിട്ടുന്ന ഭാഗ്യമല്ലല്ലോ. ഫെബ്രുവരി 3-ാം തീയതി വരെയാണ് ഇതുള്ളത്. ഇപ്പം പറയുന്നത് കേട്ടത്തോളം പലരോടും അന്വേഷിക്കും വലിയ ഫെബ്രുവരി 1, 2, 3 പോകാമെന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അന്നാകുമ്പോഴത്തേക്ക് നല്ല തിരക്കായിരിക്കും. ഇപ്പം ഈ 2-3 ദിവസം എന്ന് പറഞ്ഞാൽ ശനി ഞായർ തിങ്കളൊക്കെ അവധിയുള്ളതായിരിക്കും ഇപ്പം ഇത്രയും തിരക്ക് കൂടിയത്. ബാക്കി ദിവസം തിരക്ക് കുറയാനൊന്നും വഴിയില്ല. ഇനിയും തിരക്ക് കൂടത്തേ ഉള്ളൂ ഇവിടെ. എന്തായാലും മഹാകുംഭമേള കാണാൻ അവിടെ പോകണമെന്നുണ്ടെന്നത് സാധിച്ചില്ല. അതിൻ്റെ ഒരു വിഷമം ഇത് കണ്ടപ്പം മാറി. ഇനി കുംഭമേള കാണാൻ അങ്ങനെ വിഷമം മാറി. എല്ലാവരും പറയും ഇങ്ങനെ കുംഭമേള നടക്കുന്നിടത്ത് ഇങ്ങനെയൊക്കെയുള്ള സാധനം നടക്കുന്ന എല്ലാവരും വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുമ്പം വെള്ളം ചീത്തയാകും അങ്ങനെയാണെങ്കിൽ. പക്ഷേ വെള്ളത്തിന് ഒരഴുക്കും ഇല്ല. നമുക്ക് നല്ല ധൈര്യമായിട്ട് കുളിക്കും. ഇത്ര ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് വേറെ അഴുക്കും മറ്റു കാര്യങ്ങളൊന്നും ആ വെള്ളത്തിലില്ല. കാണാൻ താല്പര്യമുള്ളത് കാണട്ടെന്ന് വെച്ചാണ് ഞാൻ പോയി കാണാനൊക്കാത്തവർക്കാർക്കുണ്ടെങ്കിൽ കാണാനൊക്കെ വെച്ചാണ് ഇച്ചിരി വീഡിയോക്ക് ഇച്ചിരി നീളത്തിലെടുത്തത്. നീളാരതി ഒന്ന് ഷെയർ ചെയ്യാനൊക്കെ തന്നെ വിഷമം എനിക്കുണ്ട്. എല്ലാവർക്കും ഒന്ന് കാണത്തക്ക രീതിയിൽ. എങ്കിലും ഞാൻ അത് എങ്ങനെയെങ്കിലും ഷോർട്ട് വീഡിയോ ആയിട്ടെങ്കിലും ഇടാനൊക്കെ ഒന്ന് ശ്രമിച്ചു നോക്കാം. ഇപ്പം നമുക്കിവിടുത്തെ ജനങ്ങളുടെ എന്തുമാത്രം ജനങ്ങളുണ്ടെന്ന് ഇപ്പം മനസ്സിലാക്കാനൊക്കെ. ഇത് കഴിഞ്ഞ് തിരിച്ചിടുന്ന ഇറങ്ങുന്ന ഇറക്കമുണ്ടല്ലോ വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു.
കാരണം ഈ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ അതിനകത്ത് ആ പാലത്തെ കൂടെ അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അതുകൊണ്ട് ഇത്രയും ജനങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴത്തേക്ക് 1.5-2 മണിക്കൂറോളം സമയം എടുത്തു ഇവിടുന്ന് അപ്പുറം പാസ് ചെയ്ത് വരാൻ. എല്ലാ മഹാമേരു വിഗ്രഹം കൊണ്ടുവരുന്ന ഘോഷയാത്ര വരുന്നതാണിത്. ഇത് കഴിയുമ്പോഴാണ് നിളാരത് തുടങ്ങുന്നത്. ഈ വീഡിയോസ് ഒന്നും ഇതിനേക്കാൾ വ്യക്തമായിട്ട് എടുക്കാൻ പറ്റത്തില്ല. ആ പരുവത്തിലാണ് അവിടുത്തെ ജനത്തിരക്ക്. ഇതാണ് ആ മഹാമേരു വിഗ്രഹം. ഇനി നമുക്ക് ഇവിടെയുള്ള ഇതുപോലത്തെ ബാക്കി ക്ഷേത്രങ്ങളുടെയൊക്കെ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അടുത്ത വീഡിയോ തന്നെ വീണ്ടും കാണാമെന്ന് വെച്ചാൽ അടുത്ത വീഡിയോ തന്നെ താമസിക്കാതെ കാണാം. അതുവരേക്കും ബൈ. നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. അവർക്കും അപ്പോൾ ഇതൊക്കെ ഒന്ന് കാണാൻ സാധിക്കും. പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക മാക്സിമം.